എല്ലാവർക്കും ഹാപ്പി ഓണം. രാവിലെ എല്ലാവരും അമ്പലത്തിലൊക്കെ പോയി. മഴയൊക്കെ ഉണ്ടോ? ഇവിടെ ചാറ്റൽ മഴ പോലെ ഉണ്ട് രാവിലെ തന്നെ. അപ്പോൾ ഞാനും ഏട്ടനും വിചാരിച്ച് മഴ ചോർന്ന സമയത്ത് വേഗം അമ്പലത്തിൽ പോകാൻ വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അമ്പലത്തിലേക്കൊക്കെ ഒന്ന് പോയി തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ദോശയും ചമ്മന്തിയും. പിന്നെ ഇന്നത്തെ എൻ്റെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ അങ്ങനെ ഞാൻ വെറുതെ ഒന്ന് ഹോളിൽ പോയി നോക്കിയപ്പോൾ ഏട്ടൻ പൂ അരിയുന്നു ഗൈസ്. അപ്പോൾ ഞാൻ ഏട്ടൻ ഞാൻ കഴിക്കട്ടെ കാരണം വിശക്കുന്നുണ്ടേ. അപ്പം ഏട്ടൻ എന്നാൽ നീ കഴിച്ചു. അപ്പം ഞാൻ ദോശയും ചമ്മന്തിയും കൂട്ടി ഞാനൊരു പിടി പിടിച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദോശയും ചമ്മന്തിയും. അത് കഴിഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു ഞാൻ എന്തായാലും പൂ ഇട്ടിട്ട് കഴിച്ചോളാം പറഞ്ഞു. അപ്പോൾ ഏട്ടൻ പൂടായിരുന്നു അതാ പൂവൊക്കെ ഇട്ടുണ്ടോ നോക്കാൻ വേണ്ടി ഇങ്ങനെ വന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഏട്ടൻ ഇട്ടോളാം പൂ. അപ്പോൾ അവിടെ ഇതുണ്ട് കമ്പവലിയുണ്ട്. അപ്പോൾ ഞാനും അമ്മയും കൂടെ കമ്പവലി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് കുറച്ച് സമയം കണ്ട് പിന്നെ വീട്ടിൽ പോയിട്ട് പായസമൊക്കെ ഉണ്ടാക്കണം. ഇന്ന് ഞങ്ങൾക്ക് ബിരിയാണിയാണേ. ഇവിടെ എന്താ അറിയില്ല, ഞങ്ങൾ കോഴിക്കോട് ഭാഗം എല്ലാവരും വെജിറ്റേറിയൻ വലുതായിട്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ്. പക്ഷേ എനിക്ക് വെജിറ്റേറിയൻ ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ പൂവൊക്കെ ഇങ്ങനെ ഉണ്ട് കമൻറ്റ് ചെയ്യാണ്. ഇത് കണ്ടില്ലേ കുപ്പിവള, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുപ്പിവള. അപ്പോൾ ഞാൻ കുപ്പിവളയൊക്കെ ഇട്ടിട്ട് അപ്പോൾ പായസവും ചിക്കൻ പൊരിച്ചതും മീൻ പൊരിച്ചതും ഒക്കെ ഉണ്ട് കേട്ടോ, സാലഡ്. പിന്നെ ഏട്ടൻ വന്നിട്ടാണ് ദമ്മ് പൊട്ടിക്കേണ്ടത്. അപ്പോൾ ഏട്ടൻ വന്ന് ഞങ്ങൾ ചെമ്പ് പൊട്ടിച്ച് കഴിച്ചു. ഏട്ടൻ പറഞ്ഞു ഇത് കുറേ ഉണ്ടല്ലോ പറഞ്ഞു. അപ്പം നമുക്ക് രാത്രിത്തേക്ക് കൊടുക്കാമല്ലോ പറഞ്ഞു. കുഴപ്പമില്ലല്ലോ, കിടവില്ലല്ലോ. അപ്പോൾ അങ്ങനെ ദമ്മൊക്കെ പൊട്ടിച്ച് പിന്നെ ഈവനിങ് ആകുമ്പോൾ ഇവിടെ വന്ന ശേഷം എപ്പോഴും ബീച്ച് പോകും, ഓണത്തിനും വിഷുവിനും. അപ്പം ഞങ്ങൾ അമ്മയും ഞാനും കൂടെ, ഏട്ടൻ ഉറങ്ങുകയാണ് ഗായ്സ്. അപ്പോൾ ഞാനും അമ്മയും കൂടെ ഈവനിങ് ഒരു 5-6 മണിയായിട്ടുണ്ട്. അപ്പം ഞാൻ ആ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യണം. അപ്പം ഞാനും അമ്മയും വീടിൻ്റെ അടുത്ത് ലേച്ചും പിന്നെ മൂത്തമ്മയും എല്ലാവരും കൂടെ ഞങ്ങൾ അമ്പലമൊക്കെയാണ് പറയുന്നത്, ബീച്ചിലേക്ക് പോവാണ്. ഇവിടെ നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ അവിടെ എത്തിയപ്പം നേരത്തെ പോയ ആൾക്കാരെ കണ്ട്, മൂത്തമ്മൻ്റെ മോളും കുട്ടിയും പിന്നെ പാപ്പീൻ്റെ മോളൊക്കെ. അപ്പോൾ ഞാൻ പാപ്പീൻ്റെ മോളെ അവിടെ പിടിച്ച് നിർത്തി. അപ്പോൾ അവിടെ പോയപ്പോൾ പാട്ടും കാര്യമൊക്കെ ഉണ്ടേന്. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് സമയം കണ്ട് പിന്നെ ഞാനും ഡുണ്ടും കൂടെ നടക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഞാൻ ഓക്കൊരു ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്ത് അതിൻ്റെ വീട്ടിൽ നിന്ന് എടുക്കാൻ വിട്ടുപോയി ഗൈസ്. ഭയങ്കര ഇരുട്, നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലായി. ഇപ്പോൾ ഏകദേശം 7-7:30 ആ ഒരു ടൈമായി. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. ഇനി ഫുഡ് കഴിക്കണം, കിടന്നുറങ്ങണം. അപ്പോൾ എല്ലാവരും ഓണം എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യണം. ബൈ.